ഹായ് ഓൾ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന പോമാണ് റിട്ടൺ ബൈ വിജില ചിറപ്പാട്. വിജില ചിറപ്പാട് ഈസ് എ ദളിത് വിമൻ പോയറ്റ് ഹു റൈറ്റ്സ് ഇൻ മലയാളം ആൻഡ് ടെൽസ് സ്റ്റോറീസ് ഓഫ് ദളിത് വിമൻ ഇൻ കേരള. വിജില ചിറപ്പാട് ഒരു ദളിത് വിമൻ പോയറ്റാണ്. മലയാളത്തിലാണ് എഴുതുന്നത്. മെയിൻലി ഷീ ടോക്സ് അബൌട്ട് ദളിത് വിമൻ ഇൻ കേരള. കൂടുതലും അവരനുഭവിക്കുന്ന ഒപ്രഷൻസിനെയൊക്കെ കുറിച്ചിട്ടാണ് അവർ ഈ പോയത്തിലൂടെ പറയുന്നത്. ബിക്കോസ് വിജില ഈസ് എ ദളിത് വിമൻ. കൂടുതലും അപ്പർ ക്ലാസ് ആൾക്കാരെങ്ങനെയാണ് ലോവർ കാസ്റ്റ് പീപ്പിളിനെ കാസ്റ്റ്, കളർ അതിൻ്റെയൊക്കെ പേരിൽ എങ്ങനെയാണ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത്, അതിനെയൊക്കെ കുറിച്ചിട്ടായിരിക്കും കൂടുതലും ഇവരുടെ പോയത്തിലൂടെ പറയുന്നത്. ഇവരുടെ ഒരു വിഷ് അല്ലെങ്കിൽ എയിം എന്ന് പറഞ്ഞാൽ കാസ്റ്റ്ലെസ് സൊസൈറ്റി ആണ് ഇവരുടെ ഒരു എയിം. ഇവരുടെ പോയത്തിലൂടെ അവരുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും എഴുതുന്നത്. കൂടുതലും ഇവർ സിംബോളിസംസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കിച്ചണിലൊരു ഹൗസ് ഹോൾഡ് വർക്ക് ചെയ്യുന്ന ഒരു ലേഡി, അവിടുത്തെ കാര്യങ്ങൾ അതൊക്കെ ആയിരിക്കും കൂടുതലും ഇവരുടെ പോയത്തിലൂടെ കാണിക്കുന്നത്. ആൻഡ് ഷീ says about the everyday difficulties of a woman faces inside and outside the home. അകത്തും പുറത്തുമായി അനുഭവിക്കുന്ന കാര്യങ്ങളായിരിക്കും അവരുടെ പോയത്തിലൂടെ കൂടുതലായിട്ടും പറയുന്നത്. ഇനി അവരുടെ പോയത്തിൻ്റെ കുറച്ച് കളക്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, അടുക്കള ഇല്ലാത്ത വീട്, എ ഹോം വിത്തൗട്ട് എ കിച്ചൺ. നെക്സ്റ്റ്, അമ്മ ഒരു കാൽപ്പനിക കവിത. ഇതൊക്കെയാണ് അവരുടെ പോയത്തിൻ്റെ കളക്ഷൻസ്. ഇനി നമുക്ക് വേസ്റ്റ് ലാൻഡ് ബൈ വിജില ചിറപ്പാട് നോക്കാം. വേസ്റ്റ് ലാൻഡ് ഒരു ഷോർട്ട് ആൻഡ് പവർഫുൾ പോമാണ്. വേസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞാൽ പുറംപോക്ക്. അപ്പോൾ ഇതിലൂടെ ഒരു സെർവൻറ്റിൻ്റെ കാര്യങ്ങളെയൊക്കെ കുറിച്ചിട്ടാണ് അവർ കൂടുതലായിട്ടും പറയുന്നത്. ഒരു സറ്റയർ പോലെയാണ് ഈ ഒരു പോം എഴുതിയിരിക്കുന്നത്. ആ ഒരു പോയത്തിൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ സറ്റാറൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പോം അവർ എഴുതിയിരിക്കുന്നത്. ഈ ഒരു പോയറ്റ് ക്വസ്റ്റ്യൻസ് ദി ഹിപ്പോക്രസി ഓഫ് പീപ്പിൾ. എല്ലാവരും പറയും എനിക്ക് കാസ്റ്റ് ഇല്ല, എനിക്ക് ഇന്ന ഒരു കാസ്റ്റ്, എനിക്ക് അതിലൊന്നും വിശ്വാസം ഇല്ല എന്നൊക്കെ പറയും. എന്നാൽ പോലും ഒരാളുടെ ഉള്ളിൽ അവരുടെ കാസ്റ്റാണ് സുപ്പീരിയർ, മറ്റത് ഇൻഫീരിയർ ആണ്, ഹൈ ക്ലാസ് ലോ ക്ലാസ് എന്ന ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവും. അതിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു പോയറ്റ് ഈ ഒരു പോം എഴുതിയിരിക്കുന്നത്. ഇവിടുത്തെ പ്രൊട്ടഗോണിസ്റ്റാണ് ചന്ദ്രിക ചേച്ചി. അവരൊരു സെർവൻ്റാണ്, ലോ ക്ലാസ് ആണ്, പൂവറാണ്. അപ്പോൾ അവർ പുറംപോക്കിൽ ജീവിക്കുന്നു. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടാണ് ഈ ഒരു പോം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിലൂടെ പറയുന്നത് ചില വീടുകളിൽ ഇപ്പോഴും സ്റ്റിൽ ഇറ്റ് ഇസ് കണ്ടിന്യൂയിങ്. സെർവൻസിനെ എങ്ങനെയാണ് വീട്ടിനകത്തേക്ക് കയറ്റുന്നത്? ബാക്ക് ഡോറിലൂടെ ആയിരിക്കും അവർ അടുക്കള ജോലി ചെയ്യാനായിട്ട് വരുന്നത്, അല്ലേ? ഫ്രണ്ട് ഡോറിലൂടെ അവർക്ക് പ്രവേശനം ഇല്ല. അത് പറഞ്ഞിട്ടാണ് ഈ ഒരു പോം അവർ തുടങ്ങുന്നത്. ആൻഡ് ഷീ കമ്പയർസ് ഇറ്റ് വിത്ത് ഫ്ലാറ്റിൽ എങ്ങനെയായിരിക്കും? അവർക്ക് ഒരു ഡോറേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ സെർവൻറ്റും ആ ഡോറിലൂടെ തന്നെയായിരിക്കും അകത്തേക്ക് കയറുന്നത്, അല്ലേ? പിന്നെ അവരെവിടെ നിന്നായിരിക്കും വരുന്നത്? മാർക്കറ്റിൽ നിന്നായിരിക്കും വരുന്നത്. വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട്, മെയിൻലി ഫിഷൊക്കെ വാങ്ങിച്ചുകൊണ്ടായിരിക്കും അവർ വീട്ടിനകത്തേക്ക് വരുന്നത്. പണ്ടൊക്കെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ മീനൊക്കെ വാങ്ങിക്കൊണ്ട് വീടിൻ്റെ ഫ്രണ്ട് വാതിലിലൂടെ അകത്തേക്ക് കയറുന്നത് ഇഷ്ടമല്ലാത്ത ആൾക്കാരായിരിക്കും. അവർ ബാക്ക് ഡോറിലൂടെ ആയിരിക്കും കയറുന്നത്. അപ്പം അതേപോലെയാണ് ആ ഒരു ലോ കാസ്റ്റിലുള്ള ആ ഒരു സെർവൻറ്റും ചെയ്യുന്നത്. ഫിഷ് വാങ്ങിച്ചുകൊണ്ട് വന്നാലും അവർ വീട്ടുജോലിക്ക് വന്നാലും അവർ ബാക്ക് ഡോറിലൂടെ ആയിരിക്കും എൻ്റർ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ ഒരു കമ്പാരിസൺ ചെയ്യാണ്. ചന്ദ്രിക ചേച്ചി ലോ കാസ്റ്റ് ആയതുകൊണ്ടും ഫിഷ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ രണ്ടും എന്താണ്? ആ ഒരു സെയിം പാത്താണ്, അല്ലേ? ബാക്ക് ഡോറിലൂടെ എൻ്റർ ചെയ്യുന്നു. സെർവൻസ് ഒത്തിരി ജോലീസ് ഒരു വീട്ടിൽ ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും അവരെ വളരെ ബാഡായിട്ടാണ് ആ ഒരു സൊസൈറ്റി ട്രീറ്റ് ചെയ്യുന്നത്. ഒരു ഡേ ആ സെയിം റൂട്ടിലൂടെ കയറി വരുമ്പോൾ ടെലിവിഷനിലൂടെ ഒരു പ്ലഡ്ജ് കേൾക്കുകയാണ് അവർ. ആ പ്ലഡ്ജ് ഇങ്ങനെയായിരുന്നു, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. എല്ലാവരും എൻ്റെ സഹോദരന്മാരാണ്, എല്ലാ ഇന്ത്യക്കാരും. അങ്ങനെ എല്ലാവരും ആ ഒരു പ്ലഡ്ജ് പറയുന്നുണ്ട്. അപ്പോഴും ഈ ചന്ദ്രിക ചേച്ചിയെ പോലെയുള്ളവർ വിചാരിക്കുകയാണ് അവർക്കിപ്പോഴും എൻട്രി ഏതിലൂടെയാണ്? ബാക്ക് ഡോറിലൂടെയാണ്, അല്ലേ? അവർ ഫിഷ് വാങ്ങിച്ചുകൊണ്ട് വന്നാലും ഫിഷിനെ കൊണ്ടും ബാക്ക് ഡോറിലൂടെയാണ് വരുന്നത്. അവർ ആ വീടിൻ്റെ ജോലി മുഴുവൻ ചെയ്യാനും ബാക്ക് ഡോറിലൂടെയാണ് വരുന്നത്. ബോത്ത് ആർ സെയിം.
അപ്പോൾ നമ്മുടെ ആ ഒരു പറച്ചിലിൽ മാത്രമേ ഉള്ളൂ എനിക്ക് കാസ്റ്റിൻ്റെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല, എല്ലാവരും ഈക്വലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മുടെ ആ പറച്ചിലിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ ആ ഒരു പ്രവൃത്തിയിൽ അതൊന്നുമില്ല. അതാണ് ഇവിടെ പറയുന്ന ആ ഒരു ഹിപ്പോക്രസി. ആദ്യം ഞാൻ പറഞ്ഞ പോയറ്റ് ഇവിടെ ആൾക്കാരുടെ ഹിപ്പോക്രസി ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അതാണ് ഇവിടുത്തെ ഹിപ്പോക്രസി. പ്രൊട്ടഗോണിസ്റ്റ് ആയാലും ഫിഷ് ആയാലും സെയിം, അവരുടെ ആ ഒരു ഹൗസിലേക്കുള്ള എൻട്രി സെയിം പാത്തിലൂടെ തന്നെയാണ്, ആ ഒരു ബാക്ക് ഡോറിലൂടെ. അപ്പോൾ ഇതാണ് ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്. ആ ഒരു ഡിസ്ക്രിമിനേഷൻ, സെർവൻറ്റ്, ഫിഷ്, അത് തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ, അതൊക്കെയാണ് ഇതിലൂടെ പറയുന്നത്. ഇതാണ് ആ ഒരു പോം. ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് ആസ്ക് ഇൻ ദി കമൻറ്റ് സെക്ഷൻ. താങ്ക് യു.